9ാം ക്ലാസ്സിലെ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് ഹിസ്റ്ററി ചാപ്റ്റർ 6 ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്. ഈ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിലേക്ക് കിടക്കാം. ബൃഹദീശ്വര ക്ഷേത്രം തഞ്ചാവൂരാണ് ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിർമ്മിച്ചത് രാജരാജ ചോളനാണ്. 985 1014 കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിക്കുന്നത്. തമിഴ്നാടിൻ്റെ നെല്ലറ തഞ്ചാവൂരാണ്. ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തഞ്ചാവൂരാണ്. ആരാണ് നിർമ്മിച്ചത്? രാജരാജ ചോളൻ. തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ്. ചോള രാജ്യത്ത് വെള്ളം വറ്റിപ്പോകാതെ സംരക്ഷിക്കപ്പെട്ട സംഭരണികൾ അറിയപ്പെട്ടത് ഏരിപ്പട്ടി എന്നാണ്. ചോള രാജ്യത്ത് വെള്ളം വറ്റിപ്പോകാതെ സംരക്ഷിക്കപ്പെട്ട സംഭരണികൾ അറിയപ്പെട്ടത് ഏരിപ്പട്ടി. ഇന്നത്തെ വിശാഖപട്ടണം അറിയപ്പെട്ടിരുന്നത് കുലോത്തുംഗ ചോള പട്ടണം എന്നാണ്. ഭരണാധികാരിയായിരുന്നത് കുലോത്തുംഗ ചോളനായിരുന്നു. കച്ചവട സംഘങ്ങൾ അറിയപ്പെട്ടിരുന്നത് നഗരത്താർ, മണിഗ്രാമം എന്നിങ്ങനെയാണ്. എന്തൊക്കെയാണ് കച്ചവട സംഘങ്ങൾ അറിയപ്പെട്ടിരുന്നത്? നഗരത്താർ, മണിഗ്രാമം. രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ കാലത്ത്, അതായത് 1014 മുതൽ 1044 വരെ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഗംഗൈകൊണ്ട ചോളപുരത്തെ ക്ഷേത്രം. ബൃഹദീശ്വര ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രം എന്നും തഞ്ചൈ പെരിയ കോവിൽ എന്നും അറിയപ്പെടുന്നു. ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? അത് രാജരാജ ചോളനാണ്. ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത്. ഗംഗൈകൊണ്ട ചോളപുരത്തെ ക്ഷേത്രം നിർമ്മിച്ചത് രാജേന്ദ്ര ചോളനാണ്. ബൃഹദീശ്വര ക്ഷേത്രം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് രാജരാജേശ്വര ക്ഷേത്രം എന്നും തഞ്ചൈ പെരിയ കോവിൽ എന്നും. യുനെസ്കോ ബൃഹദീശ്വര ക്ഷേത്രത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചോളന്മാരുമായി വാണിജ്യബന്ധം നടത്തിയിരുന്നു എന്നു പറയുന്ന ശ്രീലങ്കൻ ലിഖിതങ്ങളാണ് മഹാവംശം, ചൂളവംശം എന്നിവ. ചോളന്മാരുമായി വാണിജ്യബന്ധം നടത്തിയിരുന്നു എന്ന് പറയുന്ന ശ്രീലങ്കൻ ലിഖിതങ്ങളാണ് മഹാവംശം, ചൂളവംശം എന്നിവ. ചോള തടാകം ബംഗാൾ ഉൾക്കടലിലാണ്. ചോള തടാകം എന്ന് പറയുന്നത് എന്താണ്? ബംഗാൾ ഉൾക്കടലാണ് ചോള തടാകം. ചോളന്മാരുടെ പിൽക്കാല തലസ്ഥാനമാകുന്നത് ഗംഗൈകൊണ്ട ചോളപുരമാണ്. ചോളന്മാരുടെ പിൽക്കാല തലസ്ഥാനം ഏതാണ്? ഗംഗൈകൊണ്ട ചോളപുരം. രാജേന്ദ്ര ചോളനാണ് തലസ്ഥാനം തഞ്ചാവൂരിൽ നിന്ന് ഗംഗൈകൊണ്ട ചോളപുരത്തേക്ക് മാറ്റിയത്. ആരാണ്? രാജേന്ദ്ര ചോളനാണ് തലസ്ഥാനം തഞ്ചാവൂരിൽ നിന്ന് ഗംഗൈകൊണ്ട ചോളപുരത്തേക്ക് മാറ്റിയത്. 13ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ. വെറ്റി എന്നത് ചോള ഭരണകാലത്തെ വേതനമില്ലാത്ത അധ്വാനമാണ്. വെറ്റി ഇതിനെ നികുതിക്ക് തുല്യമായി കണക്കാക്കിയിരുന്നു. വെറ്റി എന്താണ്? ചോള ഭരണകാലത്ത് വേതനമില്ലാത്ത അധ്വാനമാണ് വെറ്റി. ഇതിനെ നികുതിക്ക് തുല്യമായി കണക്കാക്കി. ചോളന്മാരുടെ ഗ്രാമ സ്വയംഭരണത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന ലിഖിതമാണ് ഉത്തരമേരൂർ ലിഖിതം. നേരത്തെ വേറെ 2 ലിഖിതങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതെന്താ? ചോളന്മാരുമായി വാണിജ്യബന്ധം നടത്തിയിരുന്നു എന്ന് പറയുന്ന ശ്രീലങ്കൻ ലിഖിതങ്ങളാണ് മഹാവംശം, ചൂളവംശം എന്നിവ. ചോളന്മാരുടെ ഗ്രാമ സ്വയംഭരണത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന ലിഖിതമാണ് ഉത്തരമേരൂർ ലിഖിതം. ഇനി ആ കാലഘട്ടത്തിൽ നിന്ന സഭകളാണ്, ചോള ഭരണകാലത്തെ സഭകളാണ് ഊര്, സഭ എന്നിവ. ചോള ഗ്രാമ സ്വയംഭരണം 2ആയി തിരിക്കുന്നു. ഊര്, സഭ. ഊർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പൊതുസഭയും സഭ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ മുതിർന്നവരുടെ സഭയുമാണ്. ചോള ഭരണകാലത്ത് ബ്രാഹ്മണരായിരുന്നു ഏറ്റവും ഉയർന്ന ജനവിഭാഗം. ചാലൂക്യർ ഭരണം നടത്തിയിരുന്നത് CE 6ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിലും ഡെക്കാണിലുമാണ്. ചാലൂക്യർ ഭരണം നടത്തിയിരുന്ന കാലഘട്ടം എന്നാണ്? CE 6ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ. എവിടേക്കാണ് ചാലൂക്യർ ഭരണം നടത്തിയിരുന്നത്? ദക്ഷിണേന്ത്യയിലും ഡെക്കാണിലും. ചാലൂക്യർ നിർമ്മിച്ചതാണ് കർണാടകത്തിലെ വാതാപി.
വാധാപിയിൽ പാറ വെട്ടിയെടുത്ത് നിർമ്മിച്ച ക്ഷേത്രം. ജൈന ശൈവ പ്രതിഷ്ഠകളാണ് ഇത്തരം ക്ഷേത്രങ്ങളിൽ ഉള്ളത്. ചാലൂക്യരുടെ ഘടനാക്ഷേത്രങ്ങൾക്ക് ഉദാഹരണമാണ് കർണാടകത്തിലെ ഐഹോളിലെ മെഗുട്ടി ജൈന ക്ഷേത്രം, പട്ടടയ്ക്കലിലെ വീരുപാക്ഷ ക്ഷേത്രം എന്നിവ. ചാലൂക്യരുടെ ഘടനാക്ഷേത്രങ്ങൾക്ക് എക്സാമ്പിളാണ് കർണാടകത്തിലെ ഐഹോളിലെ മെഗൂട്ടി ജൈന ക്ഷേത്രവും പട്ടടയ്ക്കലിലെ വീരുപാക്ഷ ക്ഷേത്രവും. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയുടെ മുഖ്യ സവിശേഷതയാണ് പാറ കല്ലുകൊണ്ടുള്ള നിർമ്മിതി. അപ്പോൾ ദ്രാവിഡ വാസ്തുവിദ്യയുടെ പ്രധാന സവിശേഷത എന്താണ്? പാറക്കല്ലുകൊണ്ടുള്ള നിർമ്മിതി. ചാലൂക്യർ ഭരണം നടത്തിയിരുന്നത് വാധാപി, വെങ്കി, കല്യാണി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ശ്രദ്ധേയനായ ചാലൂക്യ ഭരണാധികാരിയാണ് പുലികേശി രണ്ടാമൻ. ശ്രദ്ധേയനായ ചാലൂക്യ ഭരണാധികാരി ആരാണ്? പുലികേശി രണ്ടാമൻ. അഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബുദ്ധ പഠന കേന്ദ്രമാണ് നളന്ദ. അഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബുദ്ധ പഠന കേന്ദ്രം ഏതാണ്? നളന്ദ. ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹുയാൻസാങ് നളന്ദ സന്ദർശിച്ചിട്ടുണ്ട്. നളന്ദ സർവകലാശാലയെ പുനരുദ്ധീകരിച്ച ഭരണാധികാരിയാണ് പാലരാജാവായ ധർമ്മപാലൻ. നളന്ദ സർവകലാശാലയെ പുനരുദ്ധീകരിച്ചതാരാണ്? പാലരാജാവായ ധർമ്മപാലൻ. നളന്ദയുടെ ചെലവിലേക്കായി 200 ഗ്രാമങ്ങൾ ദാനം നൽകിയത് പാലരാജാവായ ധർമ്മപാലനാണ്. മഗധയിൽ ഗംഗാ നദിയുടെ തീരത്ത് കുന്നിൻ മുകളിലായി വിജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്കായി വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് ധർമ്മപാലനാണ്. അപ്പോൾ വിക്രമശില സർവകലാശാല സ്ഥാപിച്ചതും നളന്ദ സർവകലാശാല പുനരുദ്ധീകരിച്ചതും എല്ലാം ധർമ്മപാലനാണ്, പാലരാജാവായ ധർമ്മപാലൻ. പാലന്മാരുടെ ഭരണകാലം എന്ന് പറയുന്നത് എട്ടാം നൂറ്റാണ്ട് മുതൽ 9ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയാണ്. കിഴക്കേ ഇന്ത്യ, അതായത് ബംഗാൾ കേന്ദ്രമാക്കി ആണ് അവർ ഭരിച്ചിരുന്നത്. പാലന്മാർ ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഭരിച്ചിരുന്നത്. അവരുടെ കാലഘട്ടം എട്ടാം നൂറ്റാണ്ട് മുതൽ 9ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയാണ്. മലയ, ജാവ, സുമാത്ര എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് ശൈലേന്ദ്ര രാജാക്കന്മാരാണ്. മലയ, ജാവ, സുമാത്ര എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് ആരാണ്? ശൈലേന്ദ്ര രാജാക്കന്മാർ. പാലന്മാരുടെ അതേ കാലഘട്ടത്തിൽ എട്ടാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെ ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചവരായിരുന്നു പ്രതിഹാരന്മാർ. ആരാണ്? പ്രതിഹാരന്മാർ. പാലന്മാരുടെ അതേ കാലഘട്ടത്തിൽ, അതായത് എട്ടാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെ ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചവരായിരുന്നു പ്രതിഹാരന്മാർ. 10ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ഗുജറാത്ത് സന്ദർശിച്ച ബാഗ്ദാദുകാരനാണ് അൽ മസൂദി. 10ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ഗുജറാത്ത് സന്ദർശിച്ച ബാഗ്ദാദുകാരൻ അൽ മസൂദി. ശ്രദ്ധേയനായ പ്രതിഹാര ഭരണാധികാരിയാണ് ഭോജൻ. പ്രതിഹാരരുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന സംസ്കൃത ഭാഷയിലെ കവിയും നാടകകാരനും കാവ്യമീമാംസ, കർപ്പൂരമഞ്ജരി എന്നീ കൃതികളുടെ രചയിതാവുമായത് രാജശേഖരനാണ്. ആരാണ്? പ്രതിഹാരരുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന സംസ്കൃത ഭാഷയിലെ കവിയും നാടകകാരനും കാവ്യമാംസ, കർപ്പൂരമഞ്ജരി എന്നീ കൃതികളുടെ രചയിതാവുമാണ് രാജശേഖരൻ. പ്രതിഹാര കാലഘട്ടത്തിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് തെലിഗാമന്ദിർ ഗോളിയോർ പ്രതിഹാര കാലഘട്ടത്തിൽ നിർമ്മിച്ച ക്ഷേത്രമാണ്. കർണാടകയിലെ ഗുൽബർഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട, മാൽഗേദ്, മന്യാഗേദ, ഷഹബാദ് ശില എന്ന് ഈ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ചുണ്ണാമ്പുകല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കർണാടകയിലെ ഗുൽബർഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട ഇതറിയപ്പെടുന്നത് മാൽഗേദ് അഥവാ മന്യാഗേദ എന്ന പേരിലാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടാണ്, അഥവാ ഷഹബാദ് ശില എന്നാണ് ഈ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നത്. ഈ ചുണ്ണാമ്പ് കല്ല് അറിയപ്പെടുന്ന പേരാണ് ഷഹബാദ് ശില. ഈ ചുണ്ണാമ്പ് കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കോട്ടയാണ് മാൽഗേദ്. അതെവിടെയാണ്? കർണാടകയിലെ ഗുൽബർഗ ജില്ലയിലാണ്.
എട്ടാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെ ഡെക്കാണിലും ദക്ഷിണേന്ത്യയിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന രാഷ്ട്രകൂടരാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ മാൽഗേത് നിർമ്മിച്ചത് ആരാണ്? രാഷ്ട്രകൂടരാണ് ഇത് നിർമ്മിച്ചത്. ശ്രദ്ധേയനായ രാഷ്ട്രകൂട ഭരണാധികാരികളാണ് ഗോവിന്ദൻ മൂന്നാമൻ, അമോഘവർഷൻ എന്നിവർ. അപ്പോൾ നമ്മൾ ഇതുവരെ 2-3 രാജവംശങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന്, രാഷ്ട്രകൂട ഭരണാധികാരികളാണ് ഗോവിന്ദൻ മൂന്നാമൻ, അമോഘവർഷൻ. അതുകൂടാതെ പ്രതിഹാര രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. പ്രതിഹാര രാജാക്കന്മാരിൽ ശ്രദ്ധേയനായ ഭരണാധികാരിയാണ് ആര്? ഭോജൻ. പിന്നെ പറഞ്ഞത് പാലരാജാക്കന്മാരാണ്. പാലരാജാക്കന്മാരിൽ ആരെക്കുറിച്ചൊക്കെ പറഞ്ഞു? ധർമ്മപാലിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതുകൂടാതെ ശൈലേന്ദ്ര രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. അമോഘവർഷൻ കന്നഡ ഭാഷയിൽ രചിച്ച ശ്രദ്ധേയമായ കൃതിയാണ് കവിരാജമാർഗം. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കവിരാജമാർഗം രചിച്ചത് ആരാണ്? അമോഘവർഷൻ. കവിരാജമാർഗം രചിച്ചത് അമോഘവർഷൻ. എല്ലോറയിലെ കൽവെട്ട് ക്ഷേത്രം നിർമ്മിച്ചത് രാഷ്ട്രകൂടരാണ്. എല്ലോറയിലെ കൽവെട്ട് ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? അത് രാഷ്ട്രകൂടരാണ് നിർമ്മിച്ചത്. 13ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഡൽഹി കേന്ദ്രമാക്കിയുള്ള ഒരു ഭരണ സമ്പ്രദായത്തിൻ്റെ കീഴിലേക്ക് മാറി. അപ്പോൾ 8ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം അറബികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ സമുദ്രതീരത്ത് പ്രദേശമായിരുന്ന സിന്ധ് ആക്രമിച്ചു. അപ്പോൾ അറബികൾ സിന്ധ് ആക്രമിച്ചത് 8ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമാണ്. 712 അറബികൾ സിന്ധ് ആക്രമിച്ചത്. ഉമയ്യാദ് ഖലീഫയുടെ സൈനിക മേധാവിയായിരുന്ന മുഹമ്മദ് ബിൻ ഖാസിമാണ് നേതൃത്വം നൽകുന്നത്. അറബികളുടെ സിന്ധ് ആക്രമണത്തിൽ പെട്ടെന്നുള്ള കാരണം എന്തായിരുന്നു? ഖലീഫയ്ക്കും ഗവർണറായിരുന്ന അൽഹജാജിനും പാരിതോഷികങ്ങളുമായി സിലോണിൽ നിന്നും അറേബ്യയിലേക്ക് പോയ കപ്പൽ സിന്ധിന് സമീപം കടൽക്കൊള്ളക്കാർ ആക്രമിച്ചതാണ് അറബികൾ സിന്ധ് ആക്രമിക്കാനുള്ള കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്? ഈ ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് ചോള ഭരണത്തെക്കുറിച്ചാണ് അല്ലേ? ചോള രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആരൊക്കെയാണ്? ചാലൂക്യ ഭരണാധികാരികളെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധേയനായ ചാലൂക്യ ഭരണാധികാരിയാണ് പുലികേശി രണ്ടാമൻ. അതിനുശേഷം പാലരാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പാലരാജാവായ ധർമ്മപാലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നത് പ്രതിഹാര ഭരണാധികാരി, അതായത് ഏറ്റവും ശ്രദ്ധേയനായത് ഭോജനാണ്. പിന്നെ വേറെ പറയുന്നത് ശൈലേന്ദ്ര രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ രാഷ്ട്രകൂട രാജാക്കന്മാർ, അതിൽ ശ്രദ്ധേയരാണ് ഗോവിന്ദൻ മൂന്നാമൻ, അമോഘവർഷൻ എന്നിവർ. രാഷ്ട്രകൂട രാജാക്കന്മാർക്ക് ശേഷം പിന്നീട് ഡൽഹിയുടെ ഭരണം അറബികളുടെ കൈകളിലേക്ക് എത്തുകയാണ്. അതായത് 8ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം അറബികൾ സിന്ധ് ആക്രമിക്കുകയാണ്. സിന്ധ് ആക്രമിച്ച് കീഴടക്കിയോടെ അറബികൾ ഇന്ത്യയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അറബികൾ സിന്ധ് ആക്രമിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് എന്താണ്? ഖലീഫയ്ക്കും ഗവർണറായിരുന്ന അൽഹജാജിനും പാരിതോഷികങ്ങളുമായി സിലോണിൽ നിന്നും അറേബ്യയിലേക്ക് പോയ കപ്പൽ സിന്ധിന് സമീപം കടൽക്കൊള്ളക്കാർ ആക്രമിച്ചതാണ് അറബികൾ സിന്ധ് ആക്രമിക്കാനുള്ള കാരണമായി പറയുന്നത്. തുർക്കികളായ ഗസ്നിയിലെ മഹമ്മൂദും ഗോറിലെ മുഹമ്മദും 11ഉം 12ഉം നൂറ്റാണ്ടുകളിൽ ഇന്ത്യ ആക്രമിച്ചു. അപ്പോൾ ആദ്യം 8ാം നൂറ്റാണ്ടിൽ, അതായത് 712 അറബികൾ സിന്ധ് ആക്രമിക്കുന്നു. അതിനുശേഷം തുർക്കികളായ ഗസ്നിയിലെ മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറും ഗസ്നിയിലെ മുഹമ്മദും ഗോറിലെ മുഹമ്മദും 11ഉം 12ഉം നൂറ്റാണ്ടുകളിൽ വീണ്ടും ഇന്ത്യ ആക്രമിച്ചു. മഹമ്മൂദ് 17 തവണയാണ് ഇന്ത്യയെ ആക്രമിച്ചതായി പറയുന്നത്. 17 തവണയാണ്. ഡൽഹിയിലെ സൽത്തനത്ത് കാലത്തെ രാജവംശങ്ങൾ. അപ്പോൾ അതിനുശേഷം ഡൽഹി സൽത്തനത്ത് ഭരണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സൽത്തനത്ത് കാലഘട്ടത്തിലും കുറേ രാജവംശങ്ങൾ വരുന്നുണ്ട്. മാമലൂക്ക്, ഗിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി, ഇങ്ങനെ പല രാജവംശങ്ങളും വരുന്നുണ്ട്. കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയത് അലാവുദ്ദീൻ ഖിൽജിയാണ്. കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയത് ആരാണ്? അത് അലാവുദ്ദീൻ ഖിൽജിയാണ് നടപ്പിലാക്കുന്നത്. 1296 1316 അദ്ദേഹത്തിൻ്റെ കാലഘട്ടം.
മാമലൂക്ക് രാജവംശത്തിലെ ശ്രദ്ധേയനായ ഇൽത്തുമിഷിൻ്റെ മകളായിരുന്നു റസിയ സുൽത്താന. റസിയ സുൽത്താനയുടെ കാലഘട്ടം വരുന്നത് 1236-39 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. ചക്രം കറക്കി വെള്ളമെടുത്ത് ജലസേചനത്തിന് ഉപയോഗിക്കുന്ന സമ്പ്രദായമാണ് രഹത്ത് ജലസേചന സമ്പ്രദായം. ഇക്ത സമ്പ്രദായം നടപ്പിലാക്കിയത് ഇൽത്തുമിഷാണ്. രാജ്യത്തെ ചെറുതും വലുതുമായ ഭൂപ്രദേശങ്ങളായി തിരിച്ച് അവയെ സൈനികർ, ഉദ്യോഗസ്ഥർ, പ്രഭുക്കന്മാർ എന്നിവർക്ക് വീതിച്ചു നൽകുന്ന ഭൂമിദാന സമ്പ്രദായം ആണ് ഇക്ത സമ്പ്രദായം. ദാനം നൽകുന്ന ഭൂപ്രദേശമാണ് ഇക്തകൾ. ഗ്രാമത്തലവൻ അറിയപ്പെട്ടിരുന്നത് എന്താണ്? മുഗ്ധം എന്നാണ് ഗ്രാമത്തലവൻ അറിയപ്പെട്ടിരുന്നത്. ഡൽഹിയിൽ കുത്തബ് മീനാർ, തുഗ്ലക്കാബാദ് കോട്ട, ഹോസ്ഗാസ് സമുച്ചയം, ലോധി പൂന്തോട്ടം. പേർഷ്യൻ ഭാഷയിൽ മനോഹരമായ കൃതികൾ രചിച്ച സാഹിത്യകാരനാണ് അമീർ ഖുസ്രു. അപ്പോൾ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നിർമ്മിതികളാണ് ഏതൊക്കെ? കുത്തബ് മീനാർ, തുഗ്ലക്കാബാദ് കോട്ട, ഹോസ്ഗാസ് സമുച്ചയം, ലോധി പൂന്തോട്ടം എന്നിവ. പേർഷ്യൻ ഭാഷയിൽ മനോഹരമായ കൃതികൾ രചിച്ച സാഹിത്യകാരനാണ് അമീർ ഖുസ്രു. സുൽത്താൻ ഭരണകാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ചരിത്രകാരനാണ് സിയാവുദ്ദീൻ ബറാനി. ആരാണ് അമീർ ഖുസ്രു? പേർഷ്യൻ ഭാഷയിൽ മനോഹരമായ കൃതികൾ രചിച്ച സാഹിത്യകാരനാണ് അമീർ ഖുസ്രു. സുൽത്താൻ ഭരണകാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ചരിത്രകാരനാണ് സിയാവുദ്ദീൻ ബറാനി. ഹിന്ദിയും പേർഷ്യയും ചേർന്ന ഭാഷയാണ് ഉറുദു. 8-ാം നൂറ്റാണ്ടിൽ അറബികൾ സിന്ധ് കൈയടക്കിയതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് തുർക്കികൾ കടന്നു വരികയും ഏകദേശം 300 വർഷക്കാലം ഇന്ത്യ ഡൽഹി സുൽത്താന്മാരുടെ ഭരണത്തിൽ കീഴിലാവുകയും ചെയ്തു. ചോള രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങളാണ് കാഞ്ചീപുരം, ഗംഗൈകൊണ്ട ചോളപുരം, നാഗപട്ടണം, മധുര എന്നിവ. 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിച്ച ദ്രാവിഡ കച്ചവട സംഘമാണ് മണിഗ്രാമം. കനൗജ് പിടിച്ചെടുക്കുന്നതിനായി പാലന്മാർ, പ്രതിഹാരന്മാർ, രാഷ്ട്രകൂടർ എന്നിവർ ചേർന്ന് നടത്തിയ സംഘർഷങ്ങളാണ് ത്രികക്ഷി സംഘർഷങ്ങൾ. ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയുടെ പല ഭാഗത്തും നിലനിന്നിരുന്ന രാജവംശങ്ങളും ഓരോ കാലഘട്ടത്തിൽ നിലനിന്ന രാജവംശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. താങ്ക് യു.